ഭാര്യമാരിൽ നിന്ന് സ്നേഹം ലഭിക്കുന്നില്ല എന്ന് പരാതി പറയുന്ന ഒരുപാട് ആളുകളെ കാണാറുണ്ട്. എന്നാൽ ഭാര്യമാരിൽ നിന്ന് നമുക്ക് നല്ല സ്നേഹം ലഭിക്കുകയും അതോടൊപ്പം തന്നെ ആ സ്നേഹബന്ധത്തിലൂടെ നമ്മുടെ ദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു തരുകയും ചെയ്യും. മുത്തുനബിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം: ഇന്ന റജുല ഇദാ നളറ ഇലാ ഇംറഅതിഹി വ നളറത് ഇലൈഹി. ഒരു മനുഷ്യൻ അവൻ്റെ ഭാര്യയിലേക്ക് ഇങ്ങനെ മുഖാമുഖം നോക്കിയിട്ട് കുറച്ചു നേരം നോക്കി നിന്നുകൊണ്ട് അവളുമായി സംസാരിച്ചാൽ, മുഖത്തോട് മുഖം നോക്കിയിട്ട് അവൻ്റെ ഭാര്യയുമായി സംസാരിക്കുകയാണെങ്കിൽ, നളറല്ലാഹു ഇലൈഹിമ വ നളറതു റഹ്മ. അല്ലാഹു തആല അവർ രണ്ടാളിലേക്കും റഹ്മത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ നോട്ടം അല്ലാഹു തആല അവർ രണ്ടാളിലേക്കും നോക്കും. അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം ലഭിക്കുമ്പോൾ തന്നെ അവർക്കിടയിൽ സന്തോഷവും സമാധാനവും എല്ലാ പിണക്കങ്ങളും മാറി അവർക്കിടയിൽ നല്ല സ്നേഹബന്ധമുണ്ടാകും. മാത്രവുമല്ല, മുത്തുനബി ഈ ഹദീസിൽ പഠിപ്പിക്കുന്നത് കാണാം: വഇദാ അഖദ ബികഫിഹിമ തുസാഖിത്ന സുനൂബിഹിന്ന മിൻ ഖിലാലി അസ്വാബിഹിമ. അവരിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അവൻ്റെ ഭാര്യയുടെ കയ്യിനെ അങ്ങ് പിടിച്ചു, അവൻ്റെ ഭാര്യയുടെ മുൻകൈയിനെ അങ്ങ് പിടിച്ചു. അങ്ങനെ പിടിച്ചുകൊണ്ട് സംസാരിച്ചാൽ അവരുടെ ആ കൈ വിരലുകൾക്കിടയിലൂടെ അവരുടെ ദോഷങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുമെന്ന് മുത്തുനബി നമ്മെ പഠിപ്പിച്ച ഹദീസിൽ കാണാം. എത്ര മനോഹരമായ ഹദീസാണല്ലേ! നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ, ദാമ്പത്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് അറിയിക്കുന്ന ഒരു ഹദീസാണിത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം നമ്മുടെ ഭാര്യയുമായി മുഖാമുഖം സംസാരിച്ചുകൊണ്ട് സ്നേഹത്തോടെ അവളുടെ കൈ അങ്ങ് പിടിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം ലഭിക്കുകയും മാത്രവുമല്ല അത് കാരണമായി കൊണ്ട് നമ്മുടെ ദോഷങ്ങളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.